ഈ രാജ്യത്തെ ജോലികളെല്ലാം പലപ്പോഴും ഇങ്ങനെയാണ്. അർമേനിയയിൽ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിലൂടെയായിരുന്നു അവർ ഞങ്ങളെ ജോലിക്കായി കൊണ്ടുപോയത്. രാവിലെ 2 മണിക്കൂറോളം നീണ്ട മനോഹരമായ യാത്ര. 9 മണിക്ക് കാറിൽ കയറിയ ഞങ്ങൾ 11 മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇനിയും ജോലിക്കായി ഇവിടെ 2 പേർ കൂടി വരാനുള്ളത് കൊണ്ട് പിന്നെ അവരെയും കാത്തുള്ള നിൽപ്പായി. വളരെ ശാന്തമായി കിടക്കുന്നതും വെയിലധികം ഇല്ലാത്തതുമായ ഈ സ്ഥലത്തെ ജോലികൾ ഇതായിരുന്നു. ഈ കാണുന്ന ചെറിയൊരു വീടിന്റെ 4 വശവും കോൺക്രീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൽ എന്റെ ജോലി എന്നത് ബാക്കി വന്ന ഈ മണ്ണെല്ലാം ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കുക. വളരെ നിസാരമായിട്ടുള്ള ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഞങ്ങളെ ഇത്രയും ദൂരം കൊണ്ടുപോയത്. ഇടയ്ക്കിടയ്ക്ക് വീശിക്കൊണ്ടിരുന്ന തണുത്ത കാറ്റായിരുന്നു എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയത്. അതിന്റെ കാരണം കാറ്റ് വീശുമ്പോൾ ഇവിടെയുള്ള മണ്ണെല്ലാം നമ്മുടെ ദേഹത്തേക്കായിരുന്നു വന്ന് വീണുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവർ വാങ്ങിത്തന്ന ഈ ഒരു ഭക്ഷണമാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഉച്ച കഴിഞ്ഞത് ഇതേപോലൊരു നിൽപ്പ് തന്നെയായിരുന്നു. അതിന്റെ കാരണം അവർക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അവർ ഇന്നത്തെ ദിവസം ചെയ്യണമെന്ന് വിചാരിച്ച ജോലി ഇത്ര മാത്രമായിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഏകദേശം 2.5 മണിക്കൂറോളം ജോലി ചെയ്തത് ഇത്ര മാത്രമാണ്. അങ്ങനെ 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ജോലി നിർത്തി നമുക്ക് 2 പേർക്കും കൂടി കിട്ടിയത് 16,000 അർമേനിയൻ ഡ്രംസ് ആയിരുന്നു. നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്.